Good morning, students. Welcome to today's class. Today we are discussing about digital filters, or we are dealing with the module design of digital filters. Okay, so digital filters, that the digital signal processing വേറൊരു ഇമ്പോർട്ടൻറ്റ് കോമ്പണൻ്റ് ആണ് എന്ത് ഡിജിറ്റൽ ഫിൽറ്റേഴ്സ്. ഓക്കെ, നമ്മൾ ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സിഗ്നലിനെ പ്രോസസ് ചെയ്യുമ്പോൾ ഈ സിഗ്നലിനെ നമ്മൾ ഫിൽറ്റേഴ്സ് വഴി പാസ് ചെയ്യും. എന്തിനാ ഫിൽറ്റേഴ്സിൻ്റെ ഫംഗ്ഷൻ എന്താ? ഫിൽറ്റർ ഈസ് എ ഡിവൈസ് filter is a device, or it's a porous material or porous device which will block the impurities or solid materials when a liquid or gas passes through it. അതായത് നമ്മൾ ഒരു ലിക്വിഡ് ആയിട്ടുള്ള മെറ്റീരിയലോ അല്ലെങ്കിൽ അതാണ് നോർമൽ ഫിൽറ്ററിൻ്റെ നോർമൽ ഡെഫിനിഷൻ. ഇവിടെ കേസിൽ നമ്മുടെ സിഗ്നൽ ഫിൽറ്ററിലൂടെ പാസ് ചെയ്താൽ, ഓക്കെ, ഒരു സിഗ്നൽ ഫിൽറ്ററിലൂടെ പാസ് ചെയ്താൽ ആ സിഗ്നലിൽ വേണ്ട ഉണ്ടാവുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള സിഗ്നൽസിനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള സിഗ്നൽസ് മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫിൽറ്റേഴ്സ്. ഓക്കെ, സോ ഫിൽറ്റർ വി റിമൂവ് അൺവാണ്ടഡ് സിഗ്നൽസ് ആൻഡ് ഇറ്റ് വിൽ ഗിവ് the signal what we have selected signals. Okay, നമ്മൾ ഏത് സിഗ്നലാണ് സെലക്ട് ചെയ്ത് ആ സിഗ്നൽ നമുക്ക് പുറത്ത് ഔട്ട്പുട്ട് ആയി തരുന്നതാണ് ഡിജിറ്റൽ ഫിൽറ്റർ. ഓക്കെ, then digital filter ഡിസൈനിൽ വരുന്ന ചില ജനറൽ കൺസ്ട്രക്ഷൻസ് ആണ്. ഓക്കെ, ഫോർ ദ ഗിവൺ സ്പെസിഫിക്കേഷൻ ഓഫ് എ ഡിജിറ്റൽ ഫിൽറ്റർ ദ ഡെറിവേഷൻ ഓഫ് ഡിജിറ്റൽ ഫിൽറ്റർ റിക്വയർസ് 3 സ്റ്റെപ്സ്. അതായത് ഡിജിറ്റൽ ഫിൽറ്റേഴ്സ് നമ്മൾ ഡിറൈവ് ചെയ്യണം, ഓക്കെ, മാത്തമാറ്റിക്കലി ഡിറൈവ് ചെയ്യണം, അല്ലെങ്കിൽ ഡിജിറ്റൽ ഫിൽറ്റേഴ്സിനെ ഡിസൈൻ ചെയ്യാം. ഡിസൈൻ ചെയ്യുക ഇൻ ദ സെൻസ് നമ്മൾ മാത്തമാറ്റിക്കലി അതിൻ്റെ വാല്യൂസ് ഒക്കെ കൊടുത്ത് നമ്മൾ അതിനെ ഡിസൈൻ ചെയ്യണം. ഓക്കെ, അതായത് ഓരോ സിഗ്നലിന് ഓരോ ഫിൽറ്റർ മെത്തേഡ് ആയിരിക്കും. സോ ആ ഒരു ഡിജിറ്റൽ ഫിൽറ്റർ ഡിസൈനിങ് പ്രോസസ്സിൽ അല്ലെങ്കിൽ ഡെറിവേഷൻ ഓഫ് ഡിജിറ്റൽ ഫിൽറ്റേഴ്സിൻ്റെ സ്റ്റെപ്സിൽ 3 കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു ഡിജിറ്റൽ ഫിൽറ്ററിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് തന്നുണ്ട്. ഓക്കെ, ഇത്ര ഫിൽറ്റേഴ്സിന് ഉള്ള സ്പെസിഫിക്കേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ ഓർത്തിരിക്കണം. ദ ഫസ്റ്റ് വൺ ഈസ് മാപ്പ് ദ ഡിസൈർഡ് ഡിജിറ്റൽ ഫിൽറ്റർ സ്പെസിഫിക്കേഷൻ ഇൻ ടു ദോസ് ഫോർ ആൻ ഇക്വലന്റ് അനലോഗ് ഫിൽറ്റർ. സോ ഈ ഡിജിറ്റൽ ഫിൽറ്റർ സ്പെസിഫിക്കേഷൻസ് നമുക്ക് തരും. ആ സ്പെസിഫിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് ഡിജിറ്റൽ ഫിൽറ്റേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിസൈൻ ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് മാച്ച് ദീസ് filter specification to analog filter. Analog filter ആയിട്ട് മാച്ച് ചെയ്യുക. ഓക്കെ, സോ ഡിറൈവ് ദ അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫോർ ദ അനലോഗ് പ്രോട്ടോടൈപ്പ്. എന്നിട്ട് ഒരു അനലോഗ് ഫിൽറ്ററിനായിട്ട് നമ്മൾ ഈ ഒരു സ്പെസിഫിക്കേഷൻസ് മാച്ച് ചെയ്തതിന് ശേഷം ഈ അനലോഗ് ഫിൽറ്ററിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫോം ചെയ്യുക ഫോർ ദ അനലോഗ് പ്രോട്ടോ. അപ്പോൾ അനലോഗിൻ്റെ സ്പെസിഫിക്കേഷൻസ് കിട്ടി. ഈ അനലോഗിൻ്റെ സ്പെസിഫിക്കേഷൻ യൂസ് ചെയ്തിട്ട് അനലോഗ് പ്രോട്ടോടൈപ്പിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ ഡിസൈൻ ചെയ്യുക ഓർ ഡിറൈവ് ചെയ്യുക ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഈ ഒരു ഫിൽറ്ററിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടിയാൽ transform the transfer function of analog prototype into equivalent digital filter transfer function. അപ്പോൾ ഫിൽറ്ററിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടാൻ ഫസ്റ്റ് നമ്മൾ ഡിജിറ്റൽ ഫിൽറ്ററിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കിട്ടാൻ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം അനലോഗ് ഫിൽറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അനലോഗ് ഫിൽറ്ററിൻ്റെ ഇക്വലന്റ് അനലോഗ് ഫിൽറ്റർ കണ്ടുപിടിക്കുക. ഓക്കെ, ഡിജിറ്റൽ ഫിൽറ്റേഴ്സിൻ്റെ നമുക്ക് തന്ന സ്പെസിഫിക്കേഷൻ എങ്ങനെയാണ് ഡിജിറ്റൽ ഫിൽറ്റർ ഡിസൈൻ ചെയ്യേണ്ടതെന്നുള്ള സ്പെസിഫിക്കേഷൻ ഇക്വലന്റ് അനലോഗ് ഫിൽറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഈ അനലോഗ് സ്പെസിഫിക്കേഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്യുക. എന്നിട്ട് ഈ അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് അതിനെ ഇക്വലന്റ് ഡിജിറ്റൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ഓർ ട്രാൻസ്ഫോം ചെയ്യുക. ഈ 3 സ്റ്റെപ്സ് ആണ് നമ്മുടെ ഡിസൈൻ ഓഫ് ഡിജിറ്റൽ ഫിൽറ്റേഴ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. Then using the analog filter specifications, the transfer function of an analog filter is designed and is transformed the digital filter using suitable transformation method. അനലോഗ് സ്പെസിഫിക്കേഷൻസ് കിട്ടി. അപ്പോൾ ഡിജിറ്റൽ സിഗ്നലിനെ ഡിസൈൻ ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ അതിൻ്റെ ഇക്വലന്റ് അനലോഗ് സ്പെസിഫിക്കേഷനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് അനലോഗിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടിട്ട് ചില ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് ഡിജിറ്റൽ ട്രാൻസ്ഫർ ഫംഗ്ഷനാക്കി കൺവേർട്ട് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഡിജിറ്റൽ ഫിൽറ്റേഴ്സിനെ ഡിസൈൻ ചെയ്യുന്നത്. സച്ച് ആസ് ഈ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ്സ് ആണ് ബൈലീനിയർ ട്രാൻസ്ഫോർമേഷൻ, ഇമ്പൾസ് ഇൻവാരിയറ്റ് ടെക്നിക് മെത്തേഡ്, മാച്ച് ടു സെഡ് ട്രാൻസ്ഫോം എക്സെട്ര. ഇതൊക്കെയാണ് നമ്മുടെ അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷന് ഡിജിറ്റൽ ട്രാൻസ്ഫർ ഫംഗ്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള മെത്തേഡ്സ്. ഓക്കെ, now next, the difference between analog filters and digital filters. Okay, what is analog filter and what is digital filter? First, analog filters processes analog input and generate analog outputs. അതായത് അനലോഗ് ഫിൽറ്റേഴ്സ് എന്ത് ചെയ്യുള്ളൂ,
ഈ അനലോഗ് ഇൻപുട്സിനെ എടുക്കുള്ളൂ, എന്നിട്ട് അനലോഗ് ഔട്ട്പുട്സിനെ പുറത്തെടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ലോകത്ത് സംഭവിക്കുന്ന എല്ലാ സിഗ്നൽസും ഏതൊരു സംഭവമാണെങ്കിലും അനലോഗ് സിഗ്നൽസ്, അതായത് കണ്ടിന്യൂസ് വാരിയിങ് ടൈമാണ് ഏത് സിഗ്നലും. ഇപ്പോൾ ഞാൻ ഒരു ട്രെയിനിൻ്റെ മോഷൻ എടുക്കുകയാണെങ്കിൽ മോഷൻ ഓരോ ടൈമിലുള്ള മോഷൻ എടുക്കുമ്പോഴും ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ മൂവ് ചെയ്യുന്ന സംഭവം അല്ലെങ്കിലും, ഇപ്പോൾ ഒരു റെസ്റ്റിലിരിക്കുന്ന സംഭവമാണെങ്കിലും, അത് ഡീക്കെ ചെയ്യുന്ന ടൈം ആണെങ്കിലും, ഓക്കെ, ഒരു ഫുഡ് ഡീക്കെ ചെയ്യുന്ന ടൈം ആണെങ്കിലും, അങ്ങനെ എന്തൊരു സംഭവം നമ്മൾ എടുക്കുകയാണെങ്കിലും അത് ഇൻ അനലോഗ് ഇൻ നേച്ചറാണ്. ഓക്കെ, പക്ഷേ നമ്മൾ ഈ അനലോഗ് സിഗ്നൽസിനെ നമുക്ക് പ്രോസസ്സ് ചെയ്യണമെങ്കിൽ മെഷീൻസ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട്, മെഷീൻസ് യൂസ് ചെയ്തിട്ട്, ഡിജിറ്റൽ ഡിവൈസ് യൂസ് ചെയ്തിട്ട് പ്രോസസ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ എന്തായാലും ഈ ഡിജിറ്റൽ മെഷീൻസിൽ പ്രോസസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ അനലോഗ് സിഗ്നൽസ് നമ്മൾ ഡിജിറ്റൽ സിഗ്നൽ ആക്കണം. ഓക്കെ, സോ ഈ ഡിജിറ്റൽ മെറ്റീരിയൽസിലൊക്കെ, അല്ല സോറി, ഡിജിറ്റൽ ഡിവൈസസിലൊക്കെ ഡിജിറ്റൽ ഫിൽറ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. സോ അനലോഗ് ഫിൽറ്റർ, ഇറ്റ് വിൽ ഓൺലി പ്രോസസ് അനലോഗ് ഇൻപുട്ട് ആൻഡ് ദ ഔട്ട്പുട്ട് ഇസ് ഓൾസോ ആൻ അനലോഗ് ഫോം. സോ ഇൻ ഡിജിറ്റൽ ഫിൽറ്റർ പ്രോസസ് ആൻഡ് ജനറേറ്റ് ഡിജിറ്റൽ ഡാറ്റ. സോ ഡിജിറ്റൽ ഡാറ്റാസ് ആണ് പ്രോസസ് ചെയ്യാനും ജനറേറ്റ് ചെയ്യാനും ഡിജിറ്റൽ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. Okay, analog filters are constructed from active or passive electronic compounds. ഈ അനലോഗ് ഫിൽറ്റേഴ്സ് ഫോം ചെയ്യുന്നത് ആക്റ്റീവ് അല്ലെങ്കിൽ പാസീവ് ഇലക്ട്രോണിക് കോമ്പൗണ്ട്സ് ആണ്. ഏതൊക്കെയാണ് ആക്റ്റീവ് ആൻഡ് പാസീവ്? പാസീവ് ഇലക്ട്രോണിക് കോമ്പൗണ്ട്സ് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ ഒക്കെ. ഓക്കെ, ആംപ്ലിഫയേഴ്സ്, അങ്ങനെ അതൊക്കെയാണ് എന്ത് ആക്റ്റീവ് കോമ്പൗണ്ട്സ്. അപ്പോൾ ഈ ഇലക്ട്രോണിക് കോമ്പണൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, അനലോഗ് ഫിൽറ്റേഴ്സ് ഉണ്ടാക്കുന്നത്. Then in the case of digital filter consists of elements like adder, multiplier and delay unit. Okay, adder, multiplier and delay units ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഡിജിറ്റൽ ഫിൽറ്റേഴ്സ് ഉണ്ടാക്കുന്നത്. The next analog filter is described by a differential equation. Also digital filter is described by a differential equation. The frequency response of analog filter can be modified by changing the components. ഫ്രീക്വൻസി റെസ്പോൺസ് നമുക്ക് വാരി ചെയ്യണമെങ്കിൽ കോമ്പണൻസ് ചേഞ്ച് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ചേഞ്ച്ഡ് ബൈ ചേഞ്ചിങ് ദ ഫിൽറ്റർ കോഎഫിഷ്യൻ. ഫിൽറ്ററിൻ്റെ കോഎഫിഷ്യൻസ് ചേഞ്ച് ചെയ്താൽ ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ ചേഞ്ച് ചെയ്യും. ഇവിടെ അനലോഗിൻ്റെ കേസിൽ ഫ്രീക്വൻസി റെസ്പോൺസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ, ഓക്കെ, ഫിൽറ്ററിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ഞാൻ പറയും ഇനി നെക്സ്റ്റ് ടോപ്പിക്. അപ്പോൾ ഈ ഫ്രീക്വൻസി റെസ്പോൺസ് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഫിൽറ്റർ കോമ്പണൻസ് ചേഞ്ച് ചെയ്താൽ മതി. പക്ഷേ ഇൻ കേസ് ഓഫ് ഡിജിറ്റൽ ഫിൽറ്റേഴ്സിൽ നമ്മുടെ ഫിൽറ്റർ കോഎഫിഷ്യൻസ് ചേഞ്ച് ചെയ്താലാണ് ഫ്രീക്വൻസി റെസ്പോൺസ് ചേഞ്ച് ചെയ്യുക. ദ അഡ്വാൻറ്റേജ് ഓഫ് ഡിജിറ്റൽ ഫിൽറ്റർ: unlike analog filter, the digital filter's performance is not influenced by component aging, temperature, power supply variations. ഡിജിറ്റൽ ഫിൽറ്റേഴ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ കോമ്പണന്റ് ഏജിങ്. കോമ്പണന്റ് ഏജിങ് കാരണം, അതായത് ഇതിൻ്റെ ലൈഫ് സ്പാൻ ഇൻക്രീസ് ചെയ്യുന്നത് കാരണം ഡിജിറ്റൽ ഫിൽറ്ററിൽ എന്ത് വരില്ല, പെർഫോമൻസ് ഡിക്രീസ് ഇല്ല. അതുപോലെ തന്നെ ടെമ്പറേച്ചർ, പവർ സപ്ലൈ വേരിയേഷനിലൊന്നും ഡിജിറ്റൽ ഫിൽറ്ററിൻ്റെ പെർഫോമൻസ് ചേഞ്ച് ആവില്ല. ഓക്കെ, ദ നെക്സ്റ്റ്, ഹൈലി ഇമ്മ്യൂൺ ടു നോയ്സ് ആൻഡ് പൊസസസ് കൺസിഡറബിൾ പാരാമീറ്റർ സ്റ്റെബിലിറ്റി. നോയ്സിനായിട്ട് ഇമ്മ്യൂണിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പാരാമീറ്റർ സ്റ്റെബിലിറ്റി, അതായത് ടെമ്പറേച്ചർ അങ്ങനെ സംഭവങ്ങളിലൊന്നും എന്തില്ല, പെട്ടെന്ന് പെർഫോമൻസ് ഡീഗ്രേഡ് ചെയ്യില്ല. കാരണം ഡിജിറ്റൽ ഫിൽറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അത് ഡിജിറ്റൽ ഡാറ്റയാണ് അതിൽ പ്രോസസ് ചെയ്യുന്നത്. ക്യാൻ ബി ഓപ്പറേറ്റഡ് ഇൻ വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ്. ഓക്കെ, മൾട്ടിപ്പിൾ ഫിൽറ്ററിങ് ഇസ് പോസിബിൾ. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഫിൽറ്ററിങ് പോസിബിൾ ആണ്. കോഎഫിഷ്യൻസ് ഓഫ് ഡിജിറ്റൽ ഫിൽറ്റർ ക്യാൻ ബി പ്രോഗ്രാംഡ് ആൻഡ് അൾട്ടേർഡ് എനി ടൈം ടു ഒബ്റ്റെയിൻ ദ ഡിസൈർഡ് ക്യാരക്ടറിസ്റ്റിക്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഫ്രീക്വൻസി റെസ്പോൺസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡിജിറ്റൽ ഫിൽറ്ററിൻ്റെ കോഎഫിഷ്യൻസ് ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കോഎഫിഷ്യൻസ്, ഡിജിറ്റൽ ഫിൽറ്റർ കോഎഫിഷ്യൻസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സിലോട്ട് ഡിജിറ്റൽ ഫിൽറ്ററിനെ കൊണ്ടുവരാം. ഓക്കെ, ദാറ്റ്സ് ആർ അതായത് അതിനെ പ്രോസസ് ചെയ്യാനും മാനേജ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഡിജിറ്റൽ ഫിൽറ്റർ സിമ്പിളാണ്. ദെൻ ഡിസഡ്വാൻറ്റേജസ്: ദ ക്വാണ്ടൈസേഷൻ എറർ അറൈസസ് ഡ്യൂ ടു ദ ഫൈനൈറ്റ് വേർഡ് ലെങ്ത് ഇൻ ദ റെപ്രസെൻറ്റേഷൻ ഓഫ് സിഗ്നൽസ് ആൻഡ് പാരാമീറ്റേഴ്സ്. അതായത് വേർഡ് ലെങ്ത്. ഇപ്പം നമ്മൾ ഡിജിറ്റൽ സിഗ്നലിലൂടെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വലിയൊരു ഡാറ്റയാണ് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അതായത് 100010001 അങ്ങനെയാണ് ഡാറ്റാസ് കൊടുക്കുക. സോ ഓരോ ഡാറ്റയ്ക്ക് പകരം ബൈനറി ഡാറ്റാസാണ് ഇൻപുട്ട് ചെയ്യുക. സോ ആ ബൈനറിൻ്റെ ലെങ്ത് കൂടുമ്പോൾ നമ്മൾ വേർഡ് ലെങ്ത് കുറച്ചാണ്, അതായത് ക്വാണ്ടൈസേഷൻ വേർഡ് ലെങ്ത് കുറച്ചിട്ടാണ് നമ്മൾ ഡിജിറ്റൽ ഫിൽറ്ററിലൂടെ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്രോസസ്സിംഗ് ഡിവൈസിലൂടെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുക. അതിൻ്റെ ഫൈനൈറ്റ് വേർഡ് ലെങ്ത്തിലാണ്, അതായത് എന്തെങ്കിലും ഒരു മാനദണ്ഡത്തിൽ അത് നമ്മൾ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. ഓക്കെ, n= ഇത്ര സൈസ് അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് വേർഡ് ലെങ്ത്, അതായത് ഓരോ വേർഡിൻ്റെ ലെങ്ത് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുക. സോ ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ക്വാണ്ടൈസേഷൻ എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ,
Okay, then frequency selective filters. A filter is an electronic device which rejects unwanted frequencies from the input signal and allow the desired frequencies. The range of frequencies of signal that are passed through the filter is called passband, and those frequencies that are blocked is called stopband. Okay. ഇനി ഫ്രീക്വൻസി സെലക്ടീവ് ഫിൽറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ ഫിൽറ്റേഴ്സിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഫ്രീക്വൻസി സെലക്ടീവ് ഫിൽറ്റേഴ്സ് ആണ് ഡിജിറ്റൽ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ ഒരു ഫിൽറ്റർ ഫ്രീക്വൻസി സെലക്ട് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ റിജക്ട് അൺവാണ്ടഡ് ഫ്രീക്വൻസീസ് ഓഫ് എൻ ഇൻപുട്ട് സിഗ്നൽ ആൻഡ് അലോ ദ ഡിസൈർഡ് ഫ്രീക്വൻസി. നമ്മുടെ ആവശ്യമുള്ള ഫ്രീക്വൻസീസ് നമ്മൾ പാസ് ചെയ്തിട്ട് അൺവാണ്ടഡ് ഫ്രീക്വൻസീസിനെ റിജക്ട് ചെയ്യുന്നതാണ് ഡിജിറ്റൽ ഫിൽറ്റേഴ്സ്. ഓക്കെ, ഫ്രീക്വൻസി സെലക്ടീവ് ഫിൽറ്റേഴ്സ് പറയുമ്പോൾ ഫ്രീക്വൻസിനെ നമ്മൾ സെലക്ട് ചെയ്യും. സോ ഇറ്റ് വിൽ പാസ് ദ ഡിസൈർഡ് ഫ്രീക്വൻസീസ് ആൻഡ് ഇറ്റ് വിൽ ബ്ലോക്ക് ദ അൺവാണ്ടഡ് ഫ്രീക്വൻസീസ്. ഇനി നമ്മൾ പാസ് ചെയ്യുന്ന റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ദാറ്റ് ആർ പാസ്ഡ് ത്രൂ ദ ഫിൽറ്റർ, ഫിൽറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഫ്രീക്വൻസീസിനെ പറഞ്ഞ പേരാണ് പാസ് ബാൻഡ്. ഓക്കെ, പാസ് ബാൻഡ് ഫ്രീക്വൻസീസ്, പാസ് ചെയ്യുന്ന ഫിൽറ്റർ ഫ്രീക്വൻസീസ്. ആൻഡ് ദോസ് ഫ്രീക്വൻസീസ് ദാറ്റ് ആർ ബ്ലോക്ക്ഡ് ബൈ ദ ഫിൽറ്റർ, ഫിൽറ്റർ ബ്ലോക്ക് ചെയ്യുന്ന ഫ്രീക്വൻസീസിനെ പറഞ്ഞ പേരാണ് സ്റ്റോപ്പ് ബാൻഡ്. സോ ഒരു സിഗ്നൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിസൈനിൽ ഒരു 600 to 800 ഹേർട്സ് ഫ്രീക്വൻസിയിലുള്ള സിഗ്നൽസ് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളെങ്കിൽ ആ ഒരു ഫ്രീക്വൻസി റേഞ്ച്, ദാറ്റ് 600 to 800 ഫ്രീക്വൻസി റേഞ്ച് ആണ് പാസ് ബാൻഡ് റേഞ്ച്. അതേഴ്സ് ആർ സ്റ്റോപ്പ് ബാൻഡ് റേഞ്ച്. സോ ദിസ് filter will transmit this 600 to 800 frequency signals and it will blocks other signals. Okay, so അങ്ങനെ frequency selective filters നെ കുറിച്ചാണ് പറയുന്നത്. Okay, the frequency selective filter classifications are based on four types classification of frequency selective filters, that is low pass filter, high pass filter, band pass filter and band reject filter. Low pass filter is LPF, high pass filter is HPF, band pass filter is BPF, band reject filter is BRF or band stop filter BSF. Okay, now low pass filter. Low pass filter as the name itself, ആ നെയിമിന് നമുക്കറിയാം ലോ പാസ് ഫിൽട്ടർ, അതായത് ലോ ഫ്രീക്വൻസിനെ മാത്രമേ ഈ ഫിൽട്ടർ പാസ് ചെയ്യുള്ളൂ. ലോ പാസ് ഫിൽട്ടർ പാസസ് ഓൺലി ലോ ഫ്രീക്വൻസീസ്. അപ്പോൾ ലോ ഫ്രീക്വൻസീസ് പാസ് ചെയ്യാന്ന് പറയുമ്പോൾ എത്ര വരെയുള്ള നമ്മൾ ലോ ഫ്രീക്വൻസി റേഞ്ച് വെക്കണം. അപ്പോൾ അതിനൊരു കട്ട് ഓഫ് ഫ്രീക്വൻസി ഉണ്ടാവും. ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസിന്റെ ബിലോ ആയിട്ടുള്ള ഫ്രീക്വൻസീസിനൊക്കെ ഇത് പാസ് ചെയ്യും. കട്ട് ഓഫ് ഫ്രീക്വൻസീസിന്റെ എബോ ആയിട്ടുള്ള ഫ്രീക്വൻസീസിനൊക്കെ ബ്ലോക്ക് ചെയ്യും. അതാണ് ലോ പാസ് ഫിൽട്ടർ. സോ എ ഫിൽട്ടർ വിച്ച് അലോസ് ലോ ഫ്രീക്വൻസി സിഗ്നൽ ടു പാസ് ത്രൂ ഇറ്റ് ആൻഡ് ഇറ്റ് അറ്റുനേറ്റ്സ് ഓൾ അതർ ഫ്രീക്വൻസീസ് എബോ എ കട്ട് ഓഫ് ഫ്രീക്വൻസീസ് നോൺ ആസ് ലോ പാസ് ഫിൽട്ടർ. സോ ലോ ഫ്രീക്വൻസീസിനെ മാത്രം അത് പാസ് ചെയ്യും. അപ്പോൾ ഒരു ലോ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമ്മൾ അതിനൊരു കട്ട് ഓഫ് വെക്കണം. ഓക്കെ, ഇത്രേൻ്റെ താഴെയുള്ള ഫ്രീക്വൻസീസ് ഒക്കെ പാസ് ചെയ്യും. അങ്ങനെ ആ ഒരു കട്ട് ഓഫ് ആണ്. അപ്പോൾ ഒരു ഫ്രീക്വൻസി റേഞ്ച് എടുക്കുക. ഓക്കെ, ഒരു 1000 ഫ്രീക്വൻസി, അതാണ് കട്ട് ഓഫ് ഫ്രീക്വൻസി. 1000ന്റെ താഴെയുള്ള ഫ്രീക്വൻസിനൊക്കെ പാസ് ചെയ്യും. 1000ന്റെ മുകളിലെ ഫ്രീക്വൻസിനെ ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ അറ്റുനേറ്റ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഇസ് കാൾഡ് കട്ട് ഓഫ് ഫ്രീക്വൻസി ആൻഡ് ഇറ്റ്സ് എ ലോ പാസ് ഫിൽട്ടർ. ഓക്കെ, അപ്പോൾ ലോ പാസ് ഫിൽട്ടർ അതാണ് ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസീസിന്റെ ത്രെഷോൾഡ് വെച്ചിട്ട് അതിന്റെ ബിലോ ഉള്ള കട്ട് ഓഫ് ഫ്രീക്വൻസീസ്, അതായത് ലോ ഫ്രീക്വൻസീസിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. ആൻഡ് ഹയർ ഫ്രീക്വൻസീസ് അബൌട്ട് ദ കട്ട് ഓഫ് ഫ്രീക്വൻസി വിൽ ബി റിജക്റ്റഡ് ഓർ അറ്റുനേറ്റഡ്. ഇനി നമ്മൾ പറഞ്ഞു പാസ് ബാൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ പാസ് ചെയ്യുന്ന ഫ്രീക്വൻസി റേഞ്ച് ആണ്. ദാറ്റ് ഈസ് ഫ്രം 0 to this is omega, that is from 0 to 0 less than omega c. So omega c is the cut off frequency and omega is the frequency range from 0 to cut off frequency. Okay, then stop band frequency പറയുമ്പോൾ this omega greater than omega c. ഈ ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസീസിന്റെ മുകളിലുള്ള ഫ്രീക്വൻസീസിനാണ് സ്റ്റോപ്പ് ബാൻഡ് എന്ന് പറയുന്നത്. The frequency omega c that separates the two bands is known as cutoff frequency. അതായത് ഈ പാസ് ബാൻഡും സ്റ്റോപ്പ് ബാൻഡും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയാണ് കട്ട് ഓഫ് ഫ്രീക്വൻസി. ഓക്കെ, ദെൻ സെക്കൻഡ്, ഓക്കെ, ദെൻ ഈ ഒരു ഫിൽറ്ററിന്റെ റെസ്പോൺസ് നമുക്ക് നോക്കാം. മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ഓഫ് ലോ പാസ് ഫിൽറ്റർ. സോ ദിസ് ഇസ് ദ omega in x-axis, that is frequency in x-axis, and magnitude response, that is magnitude response means transfer function filter response y-axis ആണെങ്കിൽ നമ്മുടെ ഈ this is the transfer function h of j omega and this is omega in the x-axis, that is frequencyയും transfer function ഉള്ള, അതായത് ഇതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് ഇവിടെ കാണിക്കുന്നത്. മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് അല്ലെങ്കിൽ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ലോ പാസ് ഫിൽട്ടർ. ലോ പാസ് ഫിൽട്ടർ ആകുമ്പോൾ ദിസ് ഇസ് ദ കട്ട് ഓഫ് ഫ്രീക്വൻസി omega c ആണെങ്കിൽ ഈ കട്ട് ഓഫ് ഫ്രീക്വൻസിന്റെ താഴെയുള്ളതൊക്കെ ഇതെന്ത് ചെയ്യും, പാസ് ചെയ്യും. ദിസ് ഇസ് പാസ്, ഇതെല്ലാം പാസ് ചെയ്യും, അതായത് ഹൈ ആവും. ബാക്കി പിന്നെ ലോക്ക് വരും. ബാക്കി ഇവിടുന്ന് ലാംഡ സിന്ന് ഇതെന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും.
ഈ ഒരു കേർവ്ഡ് ആയിട്ടുള്ളതാണ് നമുക്കൊരു കറക്റ്റ് കിട്ടില്ല. അതായത് ഒരു കറക്റ്റ് ഒരു സ്റ്റോപ്പ് ബാൻഡ് ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി വെച്ചിട്ട് ഇത് മുതലാണ്ട് പാസ് ചെയ്യും ഇത് മുതലാണ്ട് ദയും പറ്റില്ല. പക്ഷെ അപ്പോൾ അതിനാണ് ഇത് പ്രാക്ടിക്കൽ കേസിൽ ഇങ്ങനെയാണ് വരിക. സോ ഇത് വരെയുള്ളത് നമുക്ക് കറക്റ്റ് പാസ് ചെയ്യും. എന്നിട്ട് കട്ട് ഓഫ് ഫ്രീക്വൻസിന് കുറച്ച് മുമ്പിലൊക്കെ ഇങ്ങനെ കുറഞ്ഞ് അങ്ങനെ സീറോയിലോട്ട് പോവാണ്, അക്ടിനേറ്റ് ചെയ്ത് പോവാണ്. ആൻഡ് ദിസ് ഇസ് ദ ഐഡിയൽ കേസ്. ഐഡിയൽ കേസ് ആകുമ്പോൾ കറക്റ്റ് കട്ട് ഓഫ് ഫ്രീക്വൻസിന്റെ ബിലോ കട്ട് ഓഫ് ഫ്രീക്വൻസി പാസ് ബാൻഡ് ആൻഡ് എബോവ് കട്ട് ഓഫ് ഫ്രീക്വൻസി സ്റ്റോപ്പ് ബാൻഡ്. ദിസ് ഇസ് ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ റെസ്പോൺസ് ഓർ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ഓഫ് ലോ പാസ് ഫിൽട്ടർ. Okay, the frequency is passive. Then high pass filter. High pass filter allows all frequency signals above the cutoff frequency omega c and stops or attenuates the frequency between sigma equal to 0 and omega is equal to 0 and omega is equal to omega c. Okay, then high pass filter എന്ന് പറയുമ്പോൾ ഈ കട്ട് ഓഫ് ഫ്രീക്വൻസീസിന്റെ താഴെയുള്ളതൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് എബവ് ദ കട്ട് ഓഫ് ഫ്രീക്വൻസി പാസ് ചെയ്യും. ഓക്കെ, ഹൈ ഫ്രീക്വൻസീസ് മാത്രമേ പാസ് ചെയ്യുള്ളൂ. സോ പാസ് ബാൻഡ് എന്ന് പറയുമ്പോൾ ഈ ലോ പാസിന്റെ നേരെ ഓപ്പോസിറ്റ്. പാസ് ബാൻഡ് പറയുമ്പോൾ ഒമേഗ ഇസ് ഗ്രേറ്റർ ദാൻ ഒമേഗ സി. സ്റ്റോപ്പ് ബാൻഡ് പറയുമ്പോൾ 0 ലെസ് ദാൻ ഒമേഗ സി. ഓക്കെ, അതായത് ലോ ഫ്രീക്വൻസീസിൽ സ്റ്റോപ്പ് ചെയ്യും, ഈ ലോ ഫ്രീക്വൻസീസിൽ പാസ് ചെയ്യാതെ ഈ എബവ് കട്ട് ഓഫ് ഫ്രീക്വൻസി മാത്രം എന്ത് പാസ് ചെയ്യും, സിഗ്നൽ പാസ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് കാട്ട് ഹൈ പാസ് ഫിൽട്ടർ. കണ്ടോ, ഹൈ പാസ്. അപ്പോൾ ഇതിൽ ഹൈ ഫ്രീക്വൻസി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഹൈ പാസ് ഫിൽട്ടർ. ഓക്കെ, ഇത് ഇതിലൂടെ പാസ് ചെയ്യും, മാക്സിമം പാസ് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസിയിലാണ്. പിന്നെ അങ്ങനെ പോകുമ്പോൾ ഹയർ ഫ്രീക്വൻസീസിൽ ഇത് 100% ട്രാൻസ്മിഷൻ കൊടുക്കും. സോ ദിസ് ഇസ് ഐഡിയൽ കേസ്. ഐഡിയൽ കേസ് ആകുമ്പോൾ കറക്റ്റ് കട്ട് ഓഫ്. ദിസ് ഇസ് സ്റ്റോപ്പ് ബാൻഡ്, ദിസ് ഇസ് പാസ് ബാൻഡ്. ദിസ് ഇസ് ദ മാക്സിമം ഇതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ റെസ്പോൺസ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ആണ് 1. പിന്നെ 3 dB വരുന്നതാണ് 0.707. ഓക്കെ, 3 dB റെസ്പോൺസ് ആണ് 0.707 കേട്ടോ. ഓക്കെ, ദെൻ ബാൻഡ് പാസ് ഫിൽട്ടർ. It allows only a band of frequencies omega 1 to omega 2 to pass and stop all other frequencies. ബാൻഡ് പാസ് ഫിൽട്ടർ ആണ് ഒരു ബാൻഡ് ഓഫ് ഫ്രീക്വൻസിയുടെ ഉള്ളത്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോ പാസ് പറയുമ്പോൾ ഒരു 600 അല്ലെങ്കിൽ 1000 കൊടുക്കുകയാണെങ്കിൽ 1000 ബിലോ ഉള്ളത് ട്രാൻസ്മിറ്റ് ചെയ്യും. ഹൈ പാസ് പറയുമ്പോൾ 1000 കട്ട് ഓഫ് കൊടുക്കുകയാണെങ്കിൽ 1000 മുകളിലുള്ള ഫ്രീക്വൻസീസിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. ബാൻഡ് പാസ് എന്ന് പറയുമ്പോൾ ഒരു 500 to 1000 ഈ ഒരു ബാൻഡിന്റെ ഇടയിലുള്ളത് മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യും, അതേഴ്സ് എന്ത് ചെയ്യും, റിജക്ട് ചെയ്യും. സോ that is called band pass filter. It allows only a band of frequencies, that is omega 1 to omega 2, and it will pass and stop all other frequencies. Okay, this is the magnitude response. അപ്പോൾ ഐഡിയലിന്റെ കേസിലാണെങ്കിൽ പാസ് ബാൻഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഒമേഗ 1 ഒമേഗ 2 ഈ ഒരു ബാൻഡ് ഓഫ് ഫ്രീക്വൻസി പാസ് ചെയ്യും, അതർ ഫ്രീക്വൻസീസ് സ്റ്റോപ്പ് ചെയ്യും. ദിസ് ഇസ് മാക്സിമം 1.0. ഇത് ഇനി 3 dB ഉള്ളത് വരുന്നത്. ഓക്കെ, ഇനി പ്രാക്ടിക്കൽ കേസിൽ ഞാൻ സെപ്പറേറ്റ് എടുത്ത് എഴുതിയിട്ടുണ്ട്. പ്രാക്ടിക്കൽ കേസിൽ ബാൻഡ് പാസ് ഫിൽട്ടർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരിക, ഒരു കറക്റ്റ് ഇതിൽ വരില്ല, ഈ ഒരു രീതിയിലാണ് വരിക. സോ ബാൻഡ് ഓഫ് ഫ്രീക്വൻസീസിനെ ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, ദിസ് ഇസ് ദ 3 dB. 3 dB എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാക്ടിക്കലിൽ വരുന്ന ഏകദേശം, അതായത് നമ്മൾ പ്രാക്ടിക്കലിൽ വരുന്ന ബാൻഡ് പാസ് ഫിൽറ്ററും ഐഡിയലും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് 3 dB 0.707 എന്ന് പറയുന്നത്. 3 dBയിൽ 3 dB അറിയും, അല്ലെങ്കിൽ 0.707. ഓക്കെ, ദിസ് ഇസ് ദ മാക്സിമം ഫിൽറ്റർ റെസ്പോൺസ്, ദാറ്റ് ഇസ് 1.0. Then this is stop band, and this is the pass band. It will pass only the band between omega 1 to omega 2. Okay, so this is the practical case magnitude response. This is the ideal case. Okay, then the fourth type of filter is band reject or band stop filter. This is the complement of band pass filter. Band pass filter ന്റെ കോംപ്ലിമെന്റ്. ബാൻഡ് പാസിൽ ആ ബാൻഡിലുള്ളത് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ബാൻഡ് റിജക്ട് ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ ആ ബാൻഡിലുള്ളത് റിജക്ട് ചെയ്യും, അതേഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, ഓർ ബാൻഡ് സ്റ്റോപ്പ് ഫിൽട്ടർ, ബാൻഡിനകത്തുള്ളത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള രീതിയിൽ. ഇറ്റ് റിജക്ട് ഓൾ ഫ്രീക്വൻസീസ് ബിറ്റ്വീൻ ഒമേഗ 1 to omega 2. ഒമേഗ 1 to omega 2 ഉള്ള എല്ലാ ഫ്രീക്വൻസീസിനെയും റിജക്ട് ചെയ്യും ആൻഡ് അലോസ് റിമൈനിങ് ഫ്രീക്വൻസീസ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ideal and practical diagram of band stop or band reject filter. Okay, this is the ideal case. This is the maximum magnitude 1.0. This is the pass band and this is pass band. അതായത് omega 1 വരെയുള്ള ഫ്രീക്വൻസീസിനെ പാസ് ചെയ്യും, omega 1 to omega 2 സ്റ്റോപ്പ് ചെയ്യും, പിന്നെ omega 2ന്റെ മുകളിലുള്ള എല്ലാ ഫ്രീക്വൻസിനെയും പാസ് ചെയ്യും. സോ ദിസ് ഇസ് ദ പ്രാക്ടിക്കൽ കേസ്.
ഈ ഒരു രീതിയിലാണ് വരിക. ഓക്കെ, ഇതിന് പാസ് ചെയ്യില്ല. അപ്പോൾ പാസ് ചെയ്യുന്നതൊക്കെ ഹയർ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, സോ പാസ് ചെയ്യുന്നത് 1. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് മാക്സിമം 1ലാണ് പോകുന്നത്. ആൻഡ് ദിസ് ഇസ് 3 dB, ദാറ്റ് ഇസ് 0.707. ഈ ഒരു സെക്ഷനിൽ ഇത് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യാനുള്ള ഇതാണ്. സോ 0ക്ക് സ്റ്റോപ്പ് ചെയ്യും. സോ ω1 to ω2 സ്റ്റോപ്പ് ചെയ്യും. ദിസ് ഇസ് പാസ് ബാൻഡ് ആൻഡ് ദിസ് ഇസ് പാസ് ബാൻഡ്. സോ ദിസ് ബാൻഡ് ഇസ് സ്റ്റോപ്പ് ബാൻഡ്. So a band of frequency in a stop beam, that is stop band. It will pass all other frequencies. Okay, that's all about basics of filter, digital filter. Okay, that's all about today's class. Thank you. Have a nice day.